നമസ്കാരം. അൻവർ എന്ന അമേദ്യത്തെ ചുമക്കുന്ന കോൺഗ്രസും നാറും. അൻവർ അമേദ്യമെന്ന് തിരിച്ചറിയാത്ത ലോകത്ത് രണ്ടേ പേരേ ഉള്ളൂ. ആരാണെന്ന് പറയാമോ? അതെ, നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച ആ രണ്ടു പേര് തന്നെ, കെ സുധാകരനും വി ഡി സതീശനും. സത്യത്തിൽ അൻവറിനെ ചുമക്കേണ്ട ബാധ്യത ഈ കോൺഗ്രസിനുണ്ടോ? അൻവറിനെ പോലെ ഒരാളെ ചുമക്കേണ്ട സാഹചര്യം കോൺഗ്രസ് പോലൊരു സംഘടനയ്ക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ നാൾ മുതൽ കേട്ടുകേൾവിയുള്ള ഒരു വിഷയം ആയിരുന്നു അൻവറിൻ്റെ കോൺഗ്രസ് പ്രവേശനം. പക്ഷേ എന്തുകൊണ്ടോ അത് ഇത്രയും നാൾ നടന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ മുന്നണികൾ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ആളുകൂട്ടാനുള്ള വിദ്യകൾ ആരംഭിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അവിടെയാണ് അൻവർ എന്ന രാഷ്ട്രീയക്കാരനെയും അത്യുന്നതങ്ങളിൽ എത്തിക്കുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പി വി അൻവർ കോൺഗ്രസുമായും യു ഡി എഫുമായും സഹകരിക്കുമെന്നും മുന്നണി പ്രവേശനം യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പ്രതിപക്ഷ നേതാവിൻ്റെ കമൻറ്റും എത്തിക്കഴിഞ്ഞു. അൻവറിനെ ഉൾക്കൊള്ളുന്നതിൽ യു ഡി എഫിൽ അനിശ്ചിതത്വമുണ്ടെങ്കിലും യു ഡി എഫും പി വി അൻവറും തൽക്കാലം സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ഒരു ധാരണയിലേക്ക് എത്തി എന്നുള്ളതാണ്. മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ആയിട്ടുമില്ല. എങ്കിലും അൻവറിൻ്റെ ആവശ്യങ്ങൾ യു ഡി എഫിൽ ചർച്ച ചെയ്ത ശേഷം കോൺഗ്രസ് തീരുമാനം അറിയിക്കുമെന്ന് പറഞ്ഞു. ഇതാണിപ്പോൾ അവർ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ കോൺഗ്രസ് നേതാക്കളും പി വി അൻവറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഒരു സഹകരണത്തിനുള്ള ധാരണ ഉണ്ടായിരിക്കുന്നത്. യു ഡി എഫ് പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ അൻവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ ധാരണകൾ നേതാക്കൾ അൻവറിനെ തിരിച്ചും അറിയിച്ചു. പാർട്ടിയിലും യു ഡി എഫിലും കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണ് എന്നും കോൺഗ്രസ് നേതൃത്വം അൻവറിനെ അറിയിക്കുന്ന ഒരു സാഹചര്യം വരെ കാര്യങ്ങളെത്തി. അൻവറിൻ്റെ മുന്നിൽ അവശേഷിക്കുന്നത് ഒന്നുകിൽ അൻവർ മാണി സി കാപ്പൻ നയിക്കുന്ന കേരള ഡെമോക്രാറ്റിക് പാർട്ടി പോലെ ഒരു പ്രത്യേക പാർട്ടി രൂപീകരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ഇതിനകം യു ഡി എഫിൻ്റെ ഭാഗമായ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുക. ഇതാണ് അൻവറിൻ്റെ മുന്നിലെ മാർഗം. യു ഡി എഫിൻ്റെ ഭാഗമല്ലാതിരുന്നിട്ടും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അൻവർ ഇടപെടുന്നതിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികൾ അസംതൃപ്തരാണ് എന്ന് പറയട്ടെ. പൊതുസമൂഹത്തിൽ യു ഡി എഫിൻ്റെ മുഖം മോശമാക്കുന്ന നടപടിയാണ് അൻവറിൻ്റേതെന്നാണ് കോൺഗ്രസിൻ്റേത്. സത്യത്തിൽ പൊട്ടന്മാരല്ലാത്ത കോൺഗ്രസ്സുകാർക്ക് ആ പാർട്ടിയിലുണ്ടെങ്കിൽ ആ നേതാക്കൾക്ക് ഈ കാര്യം പിടികിട്ടിക്കാണും. ഇവിടെയാണ് കോൺഗ്രസിൻ്റെ അപജയം. കാരണം അൻവറിനെ പോലെ നാളെ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ എന്നല്ല ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമല്ലാതായി തീരേണ്ടിയിരുന്ന ഒരാളെ വീണ്ടും മുന്നണി രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഈ വെറുപ്പിക്കൽ രാഷ്ട്രീയം നടത്തുന്ന കോൺഗ്രസ് ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് പ്രവേശനം വേണമെന്ന് പറഞ്ഞ് പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഒരിക്കലും അംഗീകരിക്കരുത് എന്ന് യു ഡി എഫിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ, ആ നേതാക്കൾ തന്നെ അവരുടെ നേതൃത്വത്തെ അറിയിച്ചതാണ്. എന്നിട്ടും കോൺഗ്രസ് നേതാക്കൾ അൻവറിൻ്റെ കൂടെ ചർച്ച നടത്തി സഹകരിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി വരുതിയിൽ നിർത്തുവാനുള്ള ഈ ശ്രമത്തിൽ യു ഡി എഫിലെ ഒരു വിഭാഗം നേതാക്കൾ പലപ്പോഴും അതൃപ്തരായി കാണാറുണ്ട്. കാരണം മുന്നണിയിൽ കയറുന്നതിന് മുൻപ് തന്നെ തലവേദന സൃഷ്ടിക്കുന്ന അൻവർ മുന്നണിയിൽ കയറിയാൽ അത് വലിയ തലവേദനകൾ സൃഷ്ടിക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. സത്യമായിരിക്കും, സത്യമാണ്. മുസ്ലിം ലീഗും അൻവറിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല എന്നുകൂടി പറയട്ടെ. അതുകൊണ്ട് അൻവറിൻ്റെ കാര്യത്തിൽ കരുതലോടെയാണ് കോൺഗ്രസ് നീങ്ങേണ്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും കോൺഗ്രസേ ഉറപ്പ്. ഭീഷണിക്ക് വഴങ്ങിയാൽ ഭാവിയിലും അൻവർ തനി സ്വഭാവം കാണിക്കുമെന്ന് മുന്നറിയിപ്പുമായിട്ട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ രംഗത്ത് വന്നിരുന്നു എന്നിട്ട് പോലും എന്തുണ്ടായി? അൻവറിനെ ചുമക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ വിധി എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിന് പകരം പുതിയ കേരള പാർട്ടി ഉണ്ടാക്കി വന്നാൽ പ്രവേശനം ഉറപ്പു നൽകാമെന്ന ഫോർമുല മുന്നോട്ട് വയ്ക്കുകയാണ് നമ്മുടെ കേരള നേതാക്കൾ. ദേശീയ തലത്തിൽ TMC ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് എങ്കിലും മമതയുമായോ പാർട്ടിയുമായോ കോൺഗ്രസിന് നല്ല ബന്ധത്തിലല്ല എന്നുള്ളതാണ്. വിവിധ വിഷയങ്ങളിൽ മമതാ ബാനർജി ഗാന്ധി കുടുംബത്തിൻ്റെ കടുത്ത വിമർശകയുമാണ്. കോൺഗ്രസിനൊപ്പം സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാവ് ലോക്സഭാ പോര് നടത്തിയ നമുക്ക് എല്ലാവർക്കും അറിയാം. ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച പാർട്ടിയാണ്.
മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസിനെ നിശ്ചിതമായിട്ട് വിമർശിച്ച് തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. അത് ഇരു കക്ഷികളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു, അത് എത്രത്തോളം വഷളായി എന്നറിയാം. തരം കിട്ടുമ്പോഴെല്ലാം കടന്നാക്രമിക്കുന്ന തൃണമൂലുമായിട്ട് കേരളത്തിൽ ഒന്നിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിന് കൂടുതൽ താല്പര്യം അൻവർ പുറത്തു നിന്നുകൊണ്ട് നിരുപാധികമായിട്ടുള്ള പിന്തുണ നൽകുക, സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മറ്റൊരു ഗുണവും കൂടി കോൺഗ്രസും UDFിലെ ചില ഘടകകക്ഷികളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അൻവർ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തലവേദനകൾ സൃഷ്ടിച്ചാൽ അപ്പോൾ എളുപ്പത്തിൽ നേരിടാൻ കഴിയും നിരുപാധിക പിന്തുണയാണെങ്കിൽ. കാരണം നിരുപാധിക പിന്തുണയ്ക്ക് പകരമായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന് കൂടി താല്പര്യമുള്ള തവനൂർ, പട്ടാമ്പി സീറ്റുകളിലൊക്കെ ചില ഉറപ്പുകളൊക്കെ നൽകുവാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ് എന്നുള്ളതാണ്. എന്തൊരു ഗതികേടാണ് ഈ പാർട്ടിയുടേത്. അതായത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമൊന്നും ആകാതിരിക്കേണ്ട ഒരാളെ ഇങ്ങനെ പർവ്വതീകരിക്കുകയും ഒരാളുടെയും പിന്തുണയില്ലാതെ അയാളുടെ പിന്തുണയ്ക്കായി കൂടെ നടക്കുകയും ചെയ്തത് കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ ഗതികേടാണ്. മറ്റൊരു കാര്യം പറയട്ടെ, അല്ല വലിയ രാഷ്ട്രീയ കോളിലൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞാണല്ലോ LDFിൽ നിന്നും പുറത്തു ചാടിയതും ഈ പിണറായിക്കും MR അജിത് കുമാറിനുമൊക്കെ എതിരായിട്ട് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചതും. എന്നിട്ട് എന്തുണ്ടായി? പിണറായിക്ക് ഒരു കുഴപ്പവും വന്നില്ല. കേരളം ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഭരിക്കുന്നതും മുഖ്യമന്ത്രിയും അതേ വിജയം തന്നെയാണ്, ഒരു മാറ്റവും പറ്റിയില്ല. എന്തൊക്കെയായിരുന്നു ആരോപണം? സ്വർണ്ണക്കടത്തിന് മറവിൽ രഹസ്യങ്ങൾ, പിണറായിക്കും മകൾക്കുമെതിരെ ആരോപണങ്ങൾ. അങ്ങനെ മുട്ടിന് ആരോപണം ഉന്നയിച്ച് അൻവർ മുന്നോട്ട് പോയി. കൂട്ടുനിന്നതോ മുട്ടിൽ മരമുറി കേസിലെ കളങ്കതരുടെ ചാനലും പിന്നെ ചില മാധ്യമപ്രവർത്തകരുമൊക്കെ ആയിരുന്നു അതിന് കൂട്ട്. എന്നിട്ടെന്തായി? ഇപ്പോൾ എന്തായി? കൂടാതെ ADGP MR അജിത് കുമാർ, ആ MR അജിത് കുമാറിനെ ആരോപണത്തിൻ്റെ ശരശയിൽ കിടത്തിയില്ലേ അൻവർ? എന്നിട്ടെന്തായി? അതോ അതേ MR അജിത് കുമാറിനെ എത്രയും പെട്ടെന്ന് DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റാൻ ലഭിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കൂടാതെ അൻവറിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ മെഡലും ചിലപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചേക്കും. അതുകൂടി മനസ്സിലാക്കുക. അൻവർ ഉണ്ടാക്കി കൊടുക്കുന്ന ഓരോരോ നേട്ടങ്ങളെ അൻവറിന് പിണറായി വിജയൻ്റെയോ MR അജിത് കുമാറിൻ്റെയോ ഒരു രോമം തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആരോപണങ്ങൾ കൊണ്ട് അതാണ് സംഭവിച്ചത്. അത് ഇന്ന് വരെ ഈ കോൺഗ്രസിൻ്റെ കുറേ മുതിർന്ന നേതാക്കൾക്ക് മാത്രമേ മനസ്സിലാകാതെ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഈ അൻവറിനെ കൊണ്ട് പാർട്ടിക്കോ മുന്നണിക്കോ യാതൊരു ലാഭവും നേടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷവും CPM-ഉം വഴിയിലുപേക്ഷിച്ച കെട്ടാച്ചരക്കാണ്. എന്നാൽ ആ പഴന്തുണിക്കെട്ടിനെ വാരിക്കൂട്ടി ചുമക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഒരിക്കലും പാഠം പഠിക്കാത്ത കോൺഗ്രസിന് മറ്റൊരു പാഠം കൂടി പഠിക്കാം നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷം. കാരണം നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിൻ്റെ ജനസ്വാധീനം എത്രയുണ്ട് എന്ന് കേരളം കണ്ണു തള്ളിപ്പോയതാണ്. ചേലക്കരയിൽ അത് കുറച്ചുകൂടി വ്യക്തമാവുകയും ചെയ്തു. ചേലക്കരയിൽ അധികാരക്കൊതി മൂത്ത കോൺഗ്രസ്സുകാരനെ പാർട്ടിയിൽ നിന്നും പുറത്തു ചാടിച്ച് അൻവറിൻ്റെ പാർട്ടി പിന്തുണയിൽ മത്സരിപ്പിച്ച് വിജയത്തിൽ കുറഞ്ഞതൊന്നുമില്ല എന്ന് പറഞ്ഞ് പണം കൊടുത്ത് അണികളെ ഉണ്ടാക്കി കാടിളക്കി പ്രചണ്ഡ പ്രചാരണം നടത്തിയത് ഓർമ്മയില്ലേ? എന്നിട്ടോ എന്തായി? പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ രാവിലെ 8 മണിക്ക് മുൻപേ തന്നെ അൻവറിൻ്റെ സ്ഥാനാർത്ഥി തോറ്റു വീട്ടിൽ പോയി. ഇന്ന് വരെ ആ സ്ഥാനാർത്ഥിക്ക് ഒരു ഇരിപ്പിടം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അൻവറിൻ്റെ ജനസ്വീകാര്യത എന്ന് പറയപ്പെടുന്നത്. നിലമ്പൂരിലെ അടക്കം ജനങ്ങൾ ഇത്രയേറെ വെറുക്കുന്ന അൻവറിൻ്റെ പിന്തുണ എന്തിനാണ് കോൺഗ്രസിന് എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ആൾതാമസം തലയിലുള്ള ആരെങ്കിലും ആ പാർട്ടിയുടെ തലപ്പത്ത് വന്നാൽ മാത്രമേ ആ പാർട്ടി ഇനി രക്ഷപ്പെടൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തും, അതായത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തും അൻവറിനിങ്ങനെ ആരാലും ഒരു പിന്തുണയും ലഭിക്കാതിരുന്നുവെങ്കിൽ ആ പാവം വല്ല ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്കും മടങ്ങിയേനെ. അവിടെ എവിടെയെങ്കിലുമൊക്കെ ജീവിതം തള്ളി നീക്കിയേനെ. സത്യത്തിൽ അതിനൊന്നും അവസരം കൊടുക്കാതെ അൻവർ എന്ന് പറയപ്പെടുന്ന അമേധ്യത്തെ ചുമക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തി. അൻവറിനെ ചുമന്ന് വീണ്ടും ഈ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ഈ കോൺഗ്രസിൻ്റെ ഗതികേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അൻവറുമായി ഈ നിലമ്പൂരിലെ മത്സരത്തിനിറങ്ങുമ്പോൾ പരാജയം എന്നുള്ളത് മുൻപിൽ കണ്ടുകൊണ്ട് മാത്രം കോൺഗ്രസ് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറയട്ടെ, കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയപ്പെടുന്നത്. പക്ഷെ ആ നിലമ്പൂരിൽ പോലും പരാജയം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ഇതേ അൻവറിൻ്റെ പിന്തുണ മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അതുകൂടി അറിയിക്കുകയാണ്. കാരണം കോൺഗ്രസിന് ഇന്നും മനസ്സിലാകാത്ത ഒരു അൻവർ ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തിരിച്ചറിയേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ നിലമ്പൂരിൽ മുൻപ് ആര്യാടൻ മുഹമ്മദ് ഏകദേശം 30 കൊല്ലത്തോളം മത്സരിച്ച് വിജയിച്ച് വിജയകിരീടം ചൂടിയ വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടി തന്നെയാണ് നിലമ്പൂർ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ അവിടെ അൻവറിൻ്റെ ഇത്തരത്തിലുള്ള ജനസ്വീകാര്യത, ജനപിന്തുണ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു 10,000-20,000 വോട്ടിനോ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുമായിരുന്ന ആ സീറ്റിൽ അഥവാ ഇനി വിജയിക്കുകയാണെങ്കിൽ ഒരു 2,000-3,000 വോട്ടിൻ്റെ ബലത്തിൽ മാത്രമായിരിക്കുമെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ പരാജയപ്പെടും, അല്ല വിജയിക്കുകയാണെങ്കിൽ ഒരു 2,000-3,000 വോട്ടിൻ്റെ പിൻബലത്തിൽ മാത്രമായിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 20,000-ലധികം വോട്ടിന് ചിലപ്പോൾ വിജയിച്ചു കയറേണ്ട ഒരു മണ്ഡലമാണ് നിലമ്പൂർ. UDFിൻ്റെ ഉറച്ച മണ്ഡലമാണ്. പക്ഷേ ആ മണ്ഡലത്തിലെ പരാജയം ഉറപ്പാക്കാൻ ഇതാ കോൺഗ്രസ് അൻവറിനെ കൂട്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഗതികേട് ഒരിക്കലും തീരില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.